ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫ് ആയിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, 9th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 1.4 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ട്രിക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ വളരെ പെട്ടെന്ന് കണ്ടെത്താം. എന്താണ് ചോദ്യം? താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് റേഷണലായിട്ടും ഇറേഷണലായിട്ടും ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത് അല്ലേ? ക്ലാസിഫൈ ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. 2 - √5. 2 എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പറാണ്. √5 എന്ന് പറയുന്നത് ഒരു ഇറേഷണൽ നമ്പറാണ്. എല്ലാവർക്കും ഓർമ്മയില്ല എന്താ ഇറേഷണൽ നമ്പർ എന്നുള്ളത്? ഇറേഷണൽ നമ്പർ നമ്മുടെ √2, √3, √5, പിന്നെ പൈ, പിന്നെ 1.001, 0001 അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലാണ്ട് ബ്ലോക്ക് ഇല്ലാണ്ട് പോകുന്ന നമ്പേഴ്സാണ് എന്ത്? ഇറേഷണൽ നമ്പേഴ്സ്. റേഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 2/3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1/7 അല്ലെങ്കിൽ -1/3 ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് റേഷണൽ നമ്പർ. റേഷണൽ നമ്പർ മീൻസ് റേഷ്യോ ഫോമിൽ എഴുതാം. 2നെ റേഷ്യോ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരിക? 2/1, 1നെ 1/1, 0നെ 0/1. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ റേഷണൽ ഇറേഷണൽ എന്നുള്ളത്? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 - √5 ആണ് അല്ലേ? റേഷണൽ നമ്പർ 2 എന്ന് പറയുന്നത് റേഷണൽ നമ്പറാണ്. √5 എന്ന് പറയുന്നത് ഇറേഷണൽ നമ്പറാണ്. ഒരു റേഷണൽ നമ്പറിൽ നിന്നും ഇറേഷണൽ നമ്പർ കുറച്ചാൽ എന്താണ്? നമ്മൾ ഇതൊന്ന് സോൾവ് ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ രണ്ട് റേഷണൽ നമ്പേഴ്സിനെ റേഷണലും ഇറേഷണലും രണ്ട് റേഷണൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും, പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ഡിവിഷൻ ചെയ്താലും എന്ത് ഓപ്പറേഷൻ ചെയ്താലും രണ്ട് റേഷണൽ നമ്പേഴ്സിന് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുകയെന്നറിയോ? ആൻസർ റേഷണൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ട് റേഷണൽ നമ്പർ ആണെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട, ആൻസർ റേഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഒരു റേഷണലും ഒരു ഇറേഷണലും. ഒരു റേഷണൽ നമ്പറാണ്, മറ്റേത് ഇറേഷണൽ നമ്പറാണ്. അതിനിടയിൽ നമ്മൾ പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവിഷൻ ചെയ്താലും ആൻസർ എന്താണെന്നറിയോ? ആൻസർ ഇറേഷണലാണ്. ഓക്കെ, റേഷണലും ഇറേഷണലും തമ്മിൽ മത്സരിക്കുമ്പോൾ രാജാവ് ആരാണ്? ഇറേഷണലാണ്. ഓക്കെ, ഓൾവേസ് ഇറേഷണൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു നമ്പർ രണ്ട് ഇറേഷണൽ നമ്പർ തമ്മിലുള്ള എന്ത് ഓപ്പറേഷനിലും പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ ഇൻറ്റു ആയിക്കോട്ടെ ഡിവിഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ രണ്ട് ഇറേഷണൽ ആണെങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ആൻസറിൽ ഒന്നിക്കിൽ അത് റേഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് ആരായിരിക്കും? ഇറേഷണൽ ആയിരിക്കും. അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടേ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒന്നിക്കിൽ റേഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഇറേഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് റേഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് ആൻസർ കിട്ടും. ആൻസർ റേഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി റേഷണലും ഇറേഷണലും ആണെങ്കിൽ നമ്മുടെ ആൻസർ ഓൾവേസ് ആരാണ് വിജയിക്കുക? ഇറേഷണൽ വിജയിക്കും. ഇറേഷണലാണ് അവിടെ രാജാവ്. ഓക്കെ, ഇനി ഇറേഷണലും ഇറേഷണലും തമ്മിലുള്ള മത്സരത്തിൽ ഒന്നുകിൽ റേഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഇറേഷണൽ ആയിരിക്കും. അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എടുത്തെഴുതാം. 2 - √5. ഇവിടെ 2 എന്ന് പറയുന്ന ആരാണ്? റേഷണലാണ്. √5 എന്ന് പറയുന്ന ആരാണ്? ഇറേഷണലാണ്. റേഷണലും ഇറേഷണലും തമ്മിലുള്ള മത്സരത്തിൽ ആരാണ് എപ്പോഴും ജയിക്കുക? ഇറേഷണൽ ജയിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ കിട്ടുക? ആൻസർ ഈസ് ഇറേഷണൽ. ഇനി രണ്ടാമത്തെ നോക്കിക്കോളൂ. 3 + √23 - √23. ഇതിനെ റൂട്ടിൽ നിന്ന് പുറത്താക്കാം, പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നുമില്ല. 3 + √23 - √23 ഈക്വൽ ടു, ഇവിടെ 23 23 ക്യാൻസൽ ആവും അല്ലേ? ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എന്താവും? ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 3. 3 എന്ന് പറയുന്നത് നമ്പറാണ് റേഷണൽ നമ്പർ. ഓക്കെ,
അവിടെ നമ്മൾക്ക് ഫോർമുല ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് കിട്ടി. ഇനി മൂന്നാമത്തത് എന്താണ്? 2/2 ഡിവൈഡ് ബൈ 7√7. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, താഴെയും √7 ഉണ്ട്, മേലെയും √7 ഉണ്ട് അല്ലേ? താഴെയും മേലെയും √7 ഉണ്ട്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആവില്ലേ? ബാക്കി എന്താ ഉണ്ടാകുക? 2/7. ഇതാരാണ്? റേഷണൽ. നാലാമത്തെ നോക്കിക്കോ, സിമ്പിൾ അല്ലേ? യെസ്, 1/√2. ഇവിടെ 1 എന്ന് പറയുന്ന ആരാണ്? റേഷണൽ നമ്പറാണ്. √2 എന്ന് പറയുന്ന ആരാണ്? ഇറേഷണൽ ആണ്. റേഷണലും ഇറേഷണലും തമ്മിൽ ഏത് മത്സരത്തിലും വിജയിക്കുന്നത് ആരായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, രാജാവ് ആരാണ്? ഇറേഷണൽ. ഓക്കെ, അപ്പോൾ ആൻസർ ആരായിരിക്കും? ഇറേഷണൽ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചെയ്യാണ്. അഞ്ചാമത്തത് 2π. ഇവിടെ 2 എന്ന് പറയുന്നത് റേഷണൽ നമ്പറാണ്, പൈ എന്ന് പറയുന്നത് ഇറേഷണൽ നമ്പറാണ്. റേഷണലും ഇറേഷണലും തമ്മിലുള്ള ഏത് മത്സരത്തിലും വിജയി ആരാണ്? ഇറേഷണലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇറേഷണൽ. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 1 കഴിഞ്ഞു. ഇനി 2ലേക്ക് പോവാം. എക്സസൈസ് 1.4 രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. താഴെ തന്നിരിക്കുന്ന ഓരോ നമ്പറും സിംപ്ലിഫൈ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, 3 + √3 ഇൻറ്റു 2 + √2. ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ഉള്ളത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? വളരെ ലളിതമായിട്ട് ഇതിനെ എങ്ങനെ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പർ കൊണ്ട് ഒന്നാമത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ആദ്യത്തെ നമ്പർ കൊണ്ട് രണ്ടാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് രണ്ടാമത്തെ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇതിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഫോർമുല ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആദ്യത്തെ നമ്പർ 3 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 2, 3 ഇൻറ്റു 2 പ്ലസ് അടുത്തത് 3 ഇൻറ്റു √2, 3 ഇൻറ്റു √2 പ്ലസ് അടുത്തത് √3 ഇൻറ്റു 2, √3 ഇൻറ്റു 2 പ്ലസ് √3 ഇൻറ്റു 2 പ്ലസ് √3 ഇൻറ്റു √2, √3 ഇൻറ്റു √2. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? 3 ഇൻറ്റു 2 6 പ്ലസ് 3 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 3√2 പ്ലസ് √3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2√3 തന്നെ അല്ലേ? അതിനകത്ത് ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. 2√3 പ്ലസ് √3 ഇൻറ്റു √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √6 അല്ലേ? അപ്പോൾ നമുക്കിതിനെന്ത് ചെയ്യാം? നമുക്കിതിനൊന്നും ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ ഇത് തന്നെയാണ്. 6 പ്ലസ് 3√2 പ്ലസ് 2√3 പ്ലസ് √6. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ആൻസർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ നോക്കാം അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. രണ്ടാമത്തത് 3 + √3 ഇൻറ്റു 3 - √3. ഇത് നമ്മുടെ ഏതോ ഒരു ഫോർമുലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അല്ലേ? ഏത് ഫോർമുല നമുക്ക് ഉപയോഗിക്കാം? a + b ഇൻറ്റു a - b ഉപയോഗിക്കാം അല്ലേ? a + b ഇൻറ്റു a - b. എന്തായിരുന്നു? a + b ഇൻറ്റു a - b. a + b ഇൻറ്റു a - b ഈസ് ഈക്വൽ ടു a² - b². ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിവിടെ ഫോർമുല യൂസ് ചെയ്യുന്നത്. a എന്ന് പറയുന്നത് എന്താണ് നമുക്കിവിടെ കിട്ടുന്നത്? a എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 അല്ലേ? b എന്ന് പറയുന്നത് എന്താണ്? b എന്ന് പറയുന്നത് 3 ആണോ? അല്ല, √3. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊന്നും കൂടി എടുത്ത് എഴുതാം. ഇങ്ക് മാറിപ്പോയോ? വൈറ്റിന് ഉപയോഗിക്കാം അല്ലേ? ഒന്നുകൂടി മാറ്റി എഴുതാം. 3 + √3 ഇൻറ്റു 3 -
റൂട്ട് 3 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. എ എന്താ ഇവിടെ 3 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ 3 സ്ക്വയർ അല്ല റൂട്ട് 3 സ്ക്വയർ. ഓക്കെ, മാറിപ്പോരുതേ. ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ എത്രയാ 9 മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ആവും, റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി ആരുണ്ടാകുക 3 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസറും സിമ്പിളായി കിട്ടിയല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്യാം അല്ലേ, ഒന്ന് സ്ക്രോൾ ചെയ്യാം. യെസ്, ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. എന്താണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഉഷാറായിട്ടല്ലേ ഇരിക്കുന്നല്ലേ. മാത്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു എനർജി വേണം, അപ്പോൾ കുറച്ച് ഫുഡെല്ലാം കഴിച്ചിരിക്കുന്നതല്ല കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ. ആഹാ, ഇതൊരു ഫോർമുലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അല്ലേ. എന്ത് ഫോർമുല നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുക? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എല്ലാവർക്കും ഒരേ ആയിരിക്കും. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ആരാണ്? റൂട്ട് 5. ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 2. അപ്പോൾ റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് എന്താ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലല്ലേ എ സ്ക്വയർ. ഇൻസ്റ്റെഡ് ഓഫ് എ സ്ക്വയർ നമുക്ക് എന്താ ഉപയോഗിക്കുക? റൂട്ട് 5 സ്ക്വയർ. റൂട്ട് 5 സ്ക്വയർ പ്ലസ് 2ab. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ റൂട്ട് 5, ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 2. 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. ബി സ്ക്വയർ എന്താ വരുന്നത്? റൂട്ട് 2 സ്ക്വയർ. ഇത് നമ്മൾ സിമ്പിളാണ്. റൂട്ടും സ്ക്വയറും ക്യാൻസലായ ബാക്കി എന്തുണ്ടാകുക? 5 പ്ലസ് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2 എന്താ വരിക? 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇൻറ്റു 2 പ്ലസ് റൂട്ടും സ്ക്വയറും ക്യാൻസലായ ബാക്കി എന്താ? 2 ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു 5 പ്ലസ് 2 ഇൻറ്റു റൂട്ടിനുള്ളിൽ 5 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 പ്ലസ് 2. നമുക്ക് 5ഉം 2ഉം വെറുതെ എടുക്കുന്നില്ലേ, അതിന് രണ്ടിനും കൂടി ചേർത്ത് ഒരു നമ്പർ ആക്കാം. 7 പ്ലസ് 2 റൂട്ട് 10. ആൻസർ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലുണ്ടല്ലോ അല്ലേ. അടിപൊളിയായിട്ട് പഠിക്കണം. അടിപൊളിയായിട്ട് പഠിച്ചാൽ അടിപൊളിയായിട്ട് വിജയിക്കാം അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5 മൈനസ് എന്താണ് റൂട്ട് 5 മൈനസ് റൂട്ട് 2. റൂട്ട് 5 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 പ്ലസ് റൂട്ട് 2. ഇത് ഏത് ഫോമുലയാണ്? എന്തോ ഒരു ഫോമുല ഉണ്ടല്ലോ അല്ലേ ഇവിടെ. ഇത് എ ആയിട്ട് എടുക്കാം, ഇത് ബി ആയിട്ട് എടുക്കാം. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ. എന്തായിരുന്നു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. വെരി സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്തും അല്ലേ. അപ്പോൾ ഇതിനൊന്നും കൂടി എടുത്ത് എഴുതാം. റൂട്ട് 5 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലേ. ഇവിടെ എ എന്ന് പറയുന്ന ആരാണ്? 5 അല്ലേ. എ എന്ന് പറയുന്നത് ഒരിക്കലും 5 അല്ല, റൂട്ട് 5. ഓക്കെ, എ ഈക്വൽ ടു റൂട്ട് 5 സ്ക്വയർ മൈനസ് ബി എന്ന് പറയുന്ന ആരാണ്? റൂട്ട് 2 സ്ക്വയർ. ഇത് നമുക്ക് വളരെ സിമ്പിളായി ആണ്. റൂട്ടും സ്ക്വയറും ക്യാൻസലാവും, ബാക്കി ആരുണ്ട്? 5 മൈനസ് റൂട്ട് സ്ക്വയറും ക്യാൻസലായാൽ 2 ഈസ് ഈക്വൽ ടു 3. ഈസി ആയിട്ട് കണ്ടില്ലേ. അല്ല നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ കുറേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. ഫോർമുല അറിയുന്നതുകൊണ്ട് നമുക്ക് എന്തായി വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്തി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സസൈസ് 1.4 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യനൊക്കെ പോലെ തോന്നും, വലിയൊരു സംഭവമായി തോന്നും. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്.
നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ സിംപ്ലിസിറ്റി ബോധ്യപ്പെടും. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, റീകോൾ ദാറ്റ് പൈ ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് സർക്കംഫറൻസ് സേ സി. അതായത് പൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. പൈ എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ആണ് അല്ലേ. എന്താ സംഗതി ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ പൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡയമീറ്റർ എന്നല്ല പറയുക. ഞാൻ ഇപ്പോൾ വരച്ചതിന് ഈ ഔട്ടർ ലൈൻ എന്താ പറയുക? ഔട്ടർ ലൈന് സർക്കംഫറൻസ്. നമ്മൾ ഏതൊരു സർക്കിളിൻ്റെയും ഇങ്ങനെ ഈ സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പൈ. ഓക്കെ, നമ്മൾ ഇതിനെ ഇങ്ങനെ അളന്നു, എന്നിട്ട് ഏതൊരു സർക്കിളിനും എന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പൈ. ഉദാഹരണത്തിന് ഇത് ഒരു 22 ആണെന്ന് വിചാരിച്ചോ. ഇത് 22 ആണെങ്കിൽ നമുക്ക് ഇതെത്ര കിട്ടുകയെന്നറിയോ? 7 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്ന വാല്യൂ ആണ് 3.14. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ഈ ഔട്ടർ സർക്കിള് 44 ആണെന്ന് വിചാരിച്ചോ. 44 നമുക്ക് ഈ ഇന്നറായിട്ടുള്ള ഈ ഡയമീറ്റർ ഉണ്ട്, അത് 14 കിട്ടുക. 14 അപ്പോൾ നമുക്ക് ഏകദേശം വാല്യൂ കിട്ടും 3.14 എന്ന് പറഞ്ഞിട്ട് സംതിങ് ഉള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊരു സർക്കിളിൻ്റെയും സർക്കംഫറൻസിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ഏകദേശം കിട്ടുന്നൊരു വാല്യൂ ആണ് 3.14. ഓക്കെ, അത് ഫസ്റ്റ് മനസ്സിലാക്കുക. അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ 3.14 കറക്റ്റ് പൈയുടെ വാല്യൂ ആണോ? അല്ല, അത് 3.1415 സംതിങ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എവിടെ എൻ്റെ ആണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൈ എന്ത് വിളിക്കുന്നത്? ഇറേഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് റബ്ബ് ചെയ്യാണ്. ഇനി നമ്മളിവിടെ പൈ ഈക്വൽ ടു, നമുക്കറിയാം പൈ ഈക്വൽ ടു സി ബൈ ഡി ആണ് അല്ലേ. സി എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണ്. ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഡയമീറ്ററാണ്. ഓക്കെ, ഡയമീറ്റർ. അപ്പോൾ ഇത് ഡി ആണ്. നമുക്കറിയാം പൈ എന്ന് പറഞ്ഞാൽ സി ബൈ ഡി ആണ്. അപ്പോൾ സി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ് ഉള്ളത്? പി ബൈ ക്യൂ ഫോമിൽ. അപ്പോൾ പി ബൈ ക്യൂ ഫോമിൽ ആണെങ്കിൽ ഇതിനെ നമ്മൾ റേഷണൽ നമ്പർ എന്നല്ലേ വിളിക്കേണ്ടത്. എന്തുകൊണ്ട് ഇറേഷണൽ എന്ന് വിളിക്കുന്നു? ഒരു ചോദ്യമല്ലേ? യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഈ സർക്കംഫറൻസ് ഉണ്ടല്ലോ, ഒന്നുകിൽ സർക്കംഫറൻസ് ഇറേഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡയമീറ്റർ ഇറേഷണൽ ആയിരിക്കും. രണ്ടിലൊന്ന് ഇറേഷണൽ ആയിരിക്കും. ഉദാഹരണത്തിന് സർക്കംഫറൻസ് നമ്മൾ ഒരു 22 സെൻറ്റിമീറ്റർ സർക്കംഫറൻസ് എടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡയമീറ്റർ ഉണ്ടല്ലോ, ആ ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സാക്ട്ലി 7 ആയിരിക്കില്ല. 7.147285 അങ്ങനെ അവസാനിക്കാത്തൊരു നമ്പർ ആയിരിക്കും. പക്ഷേ നമ്മൾ സ്കെയിലിൽ അളക്കുമ്പോൾ ഏകദേശം 7.1 ആയിരിക്കും. പക്ഷേ എക്സാക്റ്റ് വാല്യൂ എടുക്കുമ്പോൾ അത് എന്തായിരിക്കും എന്നറിയോ? അതൊരു ഇറേഷണൽ നമ്പർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ഇറേഷണൽ കിട്ടും. അതായത് നമ്മൾ അളക്കുന്ന ആ അളവുണ്ടല്ലോ, ആ അളവ് നമുക്ക് സ്കെയിലിൽ ചിലപ്പോൾ 22 എന്നൊക്കെയാണ് കിട്ടുക. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ അതെന്തായിരിക്കില്ല? 22 ആയിരിക്കില്ല. 22.131536 എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറും ഇല്ലാത്ത അങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നൊരു നമ്പർ ആയിരിക്കും അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ. ഒന്നുകിൽ ഈ സർക്കംഫറൻസ് അങ്ങനെ ഒരു ഇറേഷണൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ സർക്കംഫറൻസ് നമ്മൾ കൃത്യമായിട്ടൊരു 22 സെൻറ്റിമീറ്റർ എടുത്ത് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഡയമീറ്റർ ഒരു ഇറേഷണൽ നമ്പർ ആയിരിക്കും. 7 ആയിരിക്കില്ല. 7.something എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രണ്ടിലൊരു വാല്യൂ എപ്പോഴും ഇറേഷണൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ എന്താണ്, നമുക്ക് എപ്പോഴും പൈയുടെ വാല്യൂ ഇറേഷണലാണ് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ആൻസറിൽ പറഞ്ഞത്. there is no contradiction. ഒരു കോൺട്രാഡിക്ഷനും ഇല്ല. റിമെമ്പർ ദാറ്റ് വെൻ യു മെഷർ ദ ലെങ്ത് വിത്ത് എ സ്കെയിൽ ഓർ എനി അതർ ഡിവൈസ്, നിങ്ങളൊരു സ്കെയിൽ കൊണ്ട് ഇത് അളക്കുന്ന സമയത്ത് യു ഓൺലി ഗെറ്റ് എൻ അപ്രോക്സിമേറ്റ് വാല്യൂ. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വെറും അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമാണ്.
സോ യു മേ നോട്ട് റിയലൈസ് ദാറ്റ് എയ്തർ സി ഓർ ഡി ഈസ് ഇറേഷണൽ. ഒന്നിക്കിൽ സർക്കംഫറൻസ് ഇറേഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡയമീറ്റർ ഇറേഷണൽ ആയിരിക്കും. രണ്ടിലൊന്ന് ഇറേഷണൽ ആയിരിക്കും. പക്ഷെ അത് നമ്മൾ സ്കെയിൽ കൊണ്ട് അളക്കുമ്പോൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് പൈ എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്, ഇറേഷണൽ ആയിരിക്കും. അതായത് ഒന്നിക്കിൽ സി ഇറേഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡി ഇറേഷണൽ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ സ്കെയിൽ കൊണ്ട് അളക്കുമ്പോൾ അറിയുന്നില്ല എന്നുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 22/7 എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അതുപോലെ തന്നെ 3.14ഉം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇതിൻ്റെ ശരിയായ വാല്യൂ എന്ന് പറയുന്നത് ഇതല്ല, 3.1415 സംതിങ് മില്യൺസ് ഓഫ് നീളുന്ന ഒരു നമ്പറാണ്. അപ്പോൾ അതിന് എവിടെ എൻഡ് ചെയ്യുന്നില്ല, ഒരു ഓർഡറും ഇല്ല. അതുകൊണ്ട് എന്താണ്, പൈ ഈസ് ഓൾവേസ് എൻ ഇറേഷണൽ നമ്പർ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനായി കാണാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4ലെ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. കുറച്ച് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മളൊന്ന് എൻജോയ് ചെയ്തിട്ട് ചെയ്താൽ നമുക്കിത് നല്ല രസകരമായിട്ട് തോന്നും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ റൂട്ട് 9.3നെ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം അല്ലേ. 9.3 ആണ് നമ്പർ ലൈൻ റെപ്രസെൻ്റ് ചെയ്യണം. വളരെ എളുപ്പമായിരുന്നു അല്ലേ. ഇവിടെ ഇങ്ങനെ സ്കെയിൽ വെക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് 9.3 വരയ്ക്കുക, അതാ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് റൂട്ട് 9.3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ചെയ്യേണ്ടത് സ്കെയിൽ വെച്ചിട്ട് ഒരു 9.3 വരയ്ക്കുക. സ്കെയിൽ വെച്ചിട്ട് 9.3 വരയ്ക്കുക. ഓക്കെ, സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും, കാരണം ഇത് എന്താണ്, ലാപ്ടോപ്പാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? 9.3 വരച്ചിട്ട് അടയാളപ്പെടുത്തുക. 9.3 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണ്ടേ. 9.3 അടയാളപ്പെടുത്തുക. 9. ഞാൻ വേറെ ഇങ്കിൽ അടയാളപ്പെടുത്താം, എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. 9.3 എന്നിട്ട് അവിടുന്ന് വീണ്ടും നമ്മൾ ഒരു യൂണിറ്റ് കൂടി അങ്ങോട്ട് അടയാളപ്പെടുത്തും. ഓക്കെ, സ്കെയിൽ വെച്ചിട്ട് ഒരു യൂണിറ്റ്. ചെറിയൊരു ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ, കാരണം ഇത് ലാപ്ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് സംഗതി നിൽക്കില്ല. ഇവിടുന്ന് ഒരു യൂണിറ്റ് കൂടി നമ്മൾ അടയാളപ്പെടുത്തുക. അതിൻ്റെ ഇങ്ക് മാറിപ്പോയി, വൈറ്റ് എടുക്കാം. ഒരു യൂണിറ്റ് കൂടി അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് സ്കെയിലിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. സ്കെയിലിനെ മാറ്റി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 9.3 പ്ലസ് 1 അല്ലേ ഇതല്ലേ, ഇത് ഒരു യൂണിറ്റ് അല്ലേ. അപ്പോൾ 9.3 പ്ലസ് 1 എത്രയാണ്? 10.3 അല്ലേ. 9.3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 10.3. ഈ 10.3ൻ്റെ പകുതി നമ്മൾ കണ്ടുപിടിക്കണം. പകുതി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ ഒരു കോമ്പസ് വെക്കും, എന്നിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരക്കും. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടും വരക്കും, അതുപോലെ തന്നെ താഴെയും വരക്കും. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റാണ് പകുതി കിട്ടും അല്ലേ. പകുതി കിട്ടുന്നത് എന്തിനാണെന്നറിയോ? ഈ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരക്കാം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ വരക്കാം എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ്പസ് എടുക്കണം അല്ലേ. കോമ്പസ് എടുക്കാം. നമുക്ക് കോമ്പസ് എടുത്തിട്ട് കോമ്പസിൻ്റെ ഒരു എഡ്ജ് ഇവിടെ വെക്കുക. ഓക്കെ, കോമ്പസിൻ്റെ ഒരു എഡ്ജ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ആർക്ക് വരച്ചു കൊടുക്കുക അല്ലേ. ചെറിയൊരു ആർക്ക് വരക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? താഴെ നിന്നും ചെറിയൊരു ആർക്ക് വരക്കുക. നേരെ കോമ്പസ് ഇപ്പുറം വെക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് എവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് കേട്ടോ. ഇവിടെ വെക്കുക. എന്ത് ലാപ്ടോപ്പ് ആകുമ്പോഴേ, നിങ്ങൾ നോട്ട്ബുക്ക് ആകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പസിൻ്റെ പണി കഴിഞ്ഞു. ഇനി കോമ്പസിനെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പിന്നെ ചെയ്യേണ്ടത്
ഇതിനെയും ഒരു സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഈ പണിയെടുത്ത് എന്തിനാണെന്നറിയോ, ഇവിടെ നമുക്ക് സെൻറ്റർ കിട്ടേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ കിട്ടേണ്ടിയിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോമ്പസ് ഇവിടെ സെൻറ്ററിൽ വെച്ചിട്ട് ഈ ലെങ്ത്തിൽ ഒരു സെമി സർക്കിൾ വരക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പസിന് ഒന്നും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. കോമ്പസിനെ കൊണ്ടുവന്നു, എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് ശരിയാക്കി. ഇനി ഇതിനെ ചെറുതാക്കണം അല്ലേ, ചെറുതാക്കി ഇവിടെ കൊണ്ടുവെക്കണം. എന്നിട്ട് ഒന്നും കൂടി ചെറുതാക്കണം, കുറച്ച് ചെറുതാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരക്കും. ഓക്കെ, സെമി സർക്കിൾ വരച്ചു. ഇത് നമുക്ക് ഈ കോമ്പസിനെ നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ഈ പോയിൻ്റ് ഇല്ലേ, ഈ 1 എന്നെടുത്ത പോയിൻ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ചൊരു വര വരക്കുക. ഈ വര വരച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റൂട്ട് 9.3. ഓക്കെ, അത്രയും എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചോ, അതുപോലെ പ്രൊട്രാക്ടറും വെച്ചോളൂ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 90 ഡിഗ്രിയിൽ ഒരു വര കൊടുക്കണം. ഓക്കെ, അത് നിങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇതാ ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങോട്ട് ചെക്ക് ചെയ്യാം. പ്രൊട്രാക്ടർ അവിടെ വെച്ച് നോക്കിയാൽ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപയോഗം തീർന്നു. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഈ ഒരു ലെങ്ത്താണ് എത്ര, റൂട്ട് 9.3. ഈ ഒരു ലെങ്ത്താണ്. ഓക്കെ, മനസ്സിലാകുന്നില്ല, ഒന്നും കൂടി എടുത്ത് തരാം. റൂട്ട് 9.3 ഈ ഒരു ലെങ്ത്താണ്. അപ്പോൾ ഇത് എവിടെയാണ്, ഇത് ഇങ്ങനെ വെർട്ടിക്കലിയാണ് അല്ലേ 9.3 കാണുന്നത്. ഇത് വെർട്ടിക്കലിയാണ് 9.3 കാണുന്നത്. നമ്മളതിനെന്ത് ചെയ്യണം, നമ്പർ ലൈനിൽ കൊണ്ടുപോകണം അല്ലേ, വെർട്ടിക്കലിലല്ലേ. ഇത് ശരിക്കും ഇങ്ങോട്ടേക്കാണ് കിട്ടേണ്ടത് നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ മുട്ടിച്ചാൽ മതി അല്ലേ നമ്പർ ലൈനിലേക്ക്. യെസ്, അപ്പോൾ നമുക്ക് നമ്പർ ലൈനിലേക്ക് മുട്ടിക്കും മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം നമ്പർ ലൈന്. സ്കെയിൽ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. വൈറ്റ് എടുക്കണം, കുറച്ച് മേലെ പോയി കറക്റ്റായിട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. കുറച്ചിങ്ങോട്ട് അധികം എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് സിംപ്ലി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ. ഇവിടുന്ന് ഇവിടെ വരെ ഇത് എത്രയായിരുന്നു, 1 അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് 2, 3, 3.1 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. ഇത് നമുക്ക് സ്കെയിലിന് അവിടെ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, എന്നിട്ട് നമ്മൾ നമ്മുടെ കോമ്പസിനെടുത്ത് ഇവിടെ വെക്കുക. കോമ്പസിന് ഇതാണ് കോമ്പസിൻ്റെ എഡ്ജ്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ലേശം ചെറുതാക്കണം. അവിടെ നിന്ന് വരവേണ്ട, ഇവിടുന്ന് ഇവിടെ വെക്കണം. ഓക്കെ, എന്നിട്ട് ഇതിനൊന്ന് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാമെന്നറിയോ, നമ്മൾ ഈ വര ചെറുതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുട്ടിച്ചു കൊടുക്കും. കാരണം ഇവിടുന്ന് ഇത്ര വരെ റൂട്ട് 9.3 ആണ്. അപ്പോൾ ഇതേ ലെങ്ത് തന്നെയല്ലേ ഇവിടെ വന്നാലും കിട്ടുക. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഇവിടത്തേക്ക് എത്ര കിട്ടും, റൂട്ട് 9.3 കിട്ടും. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോമ്പസ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് റൂട്ട് 9.3 വരക്കുന്നു. ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് ആകുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, ഏതൊക്കെയോ കയറി വരും. ഓക്കെ, അവിടെ കൊണ്ടുപോയി മുട്ടിച്ചു. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങോട്ട് മാറ്റി. അപ്പോൾ അതാണെന്ത്, നമ്മുടെ റൂട്ട് 9.3 എന്ന് പറയുന്നത്. റൂട്ട് 9.3. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേ, ആക്ച്വലി നിങ്ങൾ നോക്കിക്കോളൂ. ഇതായിരുന്നു നമ്മുടെ 0, ഇതായിരുന്നു നമ്മുടെ 1 യൂണിറ്റ്, ഇതാണ് 2 യൂണിറ്റ്, ഇതാണ് 3 യൂണിറ്റ്, ഇതാണ് 4 യൂണിറ്റ്. ഓക്കെ, നമുക്കറിയാം റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ. അപ്പോൾ റൂട്ട് 9.3 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 3 പോയിൻറ്റ് സംതിങ് വരും അല്ലേ. അപ്പോൾ ഇവിടെ 3 കഴിഞ്ഞിട്ടല്ലേ ഇതുള്ളത്. അപ്പോൾ എന്താണ് 3 പോയിൻറ്റ് സംതിങ്. അങ്ങനെ നമ്മൾ റൂട്ട് 9.3 അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇത് നമുക്ക് തിയററ്റിക്കലി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. വളരെ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിയററ്റിക്കലി ഇതിനെ പ്രൂവ് ചെയ്യാം. തിയററ്റിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു,
ഈ സെൻറ്ററിന്ന് ഇവിടെ ഇതിനെ കണക്ട് ചെയ്യുന്നു, സെൻറ്ററിന്ന് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന് ഞാൻ പേര് കൊടുക്കുവാണ്. ഇതുവരെ യൂസ് ചെയ്യാത്തൊരു കളറുണ്ട്, അതാണ് ബെസ്റ്റ്. പേര് കൊടുക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട. ഇതിന് എന്ന് കൊടുക്കാം, എ, കാരണം 0 ഉള്ളതുകൊണ്ട് O കൊടുത്താൽ കൺഫ്യൂഷൻ ആവും. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം, ഈ 0 നിൽക്കുന്ന പോയിന്റിന് B, C എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കറിയാം ഇവിടെയാണ് റൂട്ട് 9.3 ഉള്ളത് അല്ലേ. അപ്പോൾ പൈത്തഗോറസ് തിയറം അനുസരിച്ചിട്ട് ഹൈപ്പോട്ടേനിയസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം, according to Pythagoras theorem, എന്ത് സ്ക്വയർ ആണ്, AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അല്ലേ, BC സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കിട്ടി എന്ത്, BC റൂട്ട് 9.3 നമ്മൾ കണ്ടു, പക്ഷെ അത് ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യാം, ഇവിടെ നമുക്ക് ആകെ കിട്ടിയ ഉള്ളൊരളവ് ഇവിടുന്ന് ഇവിടെ വരെ 9.3 ആണ് അല്ലേ, 9.3 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ 1 ആണ് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്ര വരുന്നതെന്നോ, കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് 10.3 ആണ് അല്ലേ, 10.3 ആണ്. അത് നിങ്ങളുടെ മൈൻഡിലില്ലേ. ഇത് 10.3 എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ 10.3 ആണ് അല്ലേ, സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ 10.3 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ സൈഡിൽ നോട്ട് ചെയ്യാണ്, ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 10.3. അതായത് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം, ഡയമീറ്റർ ഈക്വൽ ടു, കുറച്ചും ഇങ്ങോട്ട് കേട്ടോ, കാരണം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ട. ഇത് മനസ്സിലായ വളരെ എളുപ്പമാണ്, ഇത് മനസ്സിലാക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊരു ടൈം എടുക്കുന്നുള്ളൂ കേട്ടോ. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 9.3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10.3. ഏതാ 9.3? 9.3 പ്ലസ് 1 ഈ സെമി സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇതിൻ്റെ റേഡിയസ് എത്രയാണ്, റേഡിയസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഹാഫ് അല്ലേ, 10.3/2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ അളവ് കിട്ടി, ആക്ച്വലി ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് കിട്ടി. എത്രയാണ്, 10.3/2. പിന്നെ അതുപോലെ ഈ ലെങ്ത്ത് കിട്ടി അല്ലേ, 10.3/2. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഏതാ കിട്ടിയേ, അത് രണ്ടും കിട്ടി അല്ലേ. ഇത് നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് നമുക്കറിയാം എത്രയാണ്, 10.3/2 ആണ് അല്ലേ, 10.3/2. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ 3 അളവ് കിട്ടിയേ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ, ആ ഒരളവ് അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക, ABCD എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു പോയിൻ്റ് കൂടി കൊടുക്കുന്നുണ്ട്, D. നമുക്കറിയാം AD എന്ന് പറയുന്നത് എത്രയാണ്, AD എന്ന് പറയുന്നത് 10.3/2 ആണ്. അതുപോലെ BD എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, AB കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ AB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ADയിൽ നിന്നും ഈ ഒരു ലെങ്ത്ത് കുറച്ചാൽ പോരെ, 1 കുറച്ചാൽ പോരെ, മതി. അപ്പോൾ നമുക്ക് AB ഈസ് ഈക്വൽ ടു AD മൈനസ് 1. AD മൈനസ് 1. AD എത്രയാണ്, AD എന്ന് പറയുന്നത് 10.3. ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നോക്കി മനസ്സിലാകുന്നതിൽ 2-3 പ്രാവശ്യം വായിച്ചു വെക്കുക, വായിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. -1 ഈസ് ഈക്വൽ ടു, താഴോട്ട് പോയ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റിൽ എഴുതാം. ഓക്കെ, ഇവിടെ തന്നെ എഴുതണ്ടേ, 10.3/2 -1. ഇവിടെ AD എന്ന് പറയുന്നത് 10.3 ആണ്. ഓക്കെ,
ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 10.3 by 2 minus 1 by സോറി 1 താഴെ ഒന്നും ഇല്ലല്ലോ, താഴെ 2 എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? മുകളിലും കൂടി ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? കാരണം സെയിം ഡിനോമിനേറ്റർ ഇട്ട് എളുപ്പമാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10.3 മൈനസ് 2 ഡിവൈഡ് ബൈ 2. ഇതാണ് ആര്? നമ്മുടെ എ ഡി. ഈസ് ഈക്വൽ ടു 10.3 മൈനസ് 2 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8.3 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു അളവും കൂടി കിട്ടി അല്ലേ? എ ബിൻ്റെ അളവ് നമുക്ക് കിട്ടി. എ ബിൻ്റെ അളവ് നമുക്ക് കിട്ടി. എത്ര കിട്ടിയത്? 8.3 ബൈ 2 എ ബി കിട്ടി. ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ടേ. എ ബി ഈക്വൽ ടു 8.3 ബൈ 2. അതുപോലെ നമുക്ക് എന്ത് അറിയാം? എ സി കിട്ടി അല്ലേ? എ സി അറിയാം. എ സി ഈസ് ഈക്വൽ ടു 10.3 ബൈ 2. ഇത് നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ബി സിനെ കണ്ടുപിടിക്കണം അല്ലേ? ഇനി നമുക്ക് ഹൈപ്പോട്ടീനസ് തിയറം യൂസ് ചെയ്തുകൂടെ ഈസി ആയിട്ട്? അപ്പോൾ ഇതിന് ഞാൻ ഒരു കവറിങ് കൊടുക്കുകയാണ്. കാരണം അത് കൺഫ്യൂഷൻ ആവേണ്ട എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുല എന്തായിരുന്നു? എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കേണ്ടത്? ബി സി സ്ക്വയറിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി സി സ്ക്വയർ ഞാൻ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരുവാണ്. ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക? എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. അതായത് ഈ ബി സി സ്ക്വയറിനെ ഇവിടെ തന്നെ വെച്ചു, ഈക്വൽ ടു സൈൻ ഇപ്പുറം വെച്ചു. അപ്പോൾ ഈ എ ബി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലോട്ട് വരുന്നു. ഈ സ്റ്റെപ്പ് മനസ്സിലായാലും കമൻറ്റിൽ ചോദിച്ചാൽ ഒന്നുകൂടി വിശദമാക്കി തരാം. ക്വസ്റ്റ്യൻ ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തു തരാം, എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. അറിയാത്ത കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ബി സി സ്ക്വയർ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എ സി സ്ക്വയർ ഈ എ ബി സ്ക്വയറിന് ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു. എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ. ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ ബി സി സ്ക്വയറിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിന് നേരെ ഒന്ന് തിരിച്ചെഴുതാണ് ഞാൻ. ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. ഓക്കെ, ഇത് നമുക്കെല്ലാം കിട്ടിയല്ലോ. ഇതിൽ വാല്യൂ എല്ലാം ഉണ്ട് അല്ലേ? എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ സി എത്രയായിരുന്നു? 10.3 ബൈ 2 അല്ലേ? 10.3 ബൈ 2 10.3 ബൈ 2 സ്ക്വയർ മൈനസ് എ ബി എത്രയാണ്? എ ബി നമുക്ക് എത്ര കിട്ടിയേ? 8.3 ബൈ 2 അല്ലേ? 8.3 ബൈ 2 8.3 ബൈ 2 ഹോൾ സ്ക്വയർ. ഞാൻ കുറച്ചൊന്ന് ഉയർത്തുകയാണ്, എന്നാലേ അവിടെ സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 10.3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 10.3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10.3 ഇൻറ്റു 10.3 അല്ലേ? 10.3 ഇൻറ്റു 10.3 എന്ന് പറയുമ്പോൾ 106.9 106.09 വരും കേട്ടോ. 10.3 ഇൻറ്റു 10.3 ഡിവൈഡ് ബൈ 4 മൈനസ് 8.3 ഇൻറ്റു 8.3 എത്ര വരിക? 8.3 ഇൻറ്റു 8.3 68.89 68.89 ഡിവൈഡ് ബൈ 2 സ്ക്വയർ 4. ഈ 8.3 ഇൻറ്റു 8.3 എന്ന് പറയുമ്പോൾ 83 ഇൻറ്റു 83 വരും. അത് 6889 വരും. പക്ഷെ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 പോയിൻ്റ് ഉണ്ടല്ലോ, ആ 2 പോയിൻറ്റിന് ഇങ്ങോട്ടേക്ക് മാറ്റിയത് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? ഡിനോമിനേറ്റർ 2 സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 106.909 മൈനസ് 68.89 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും അല്ലേ? ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 106.09 മൈനസ് 68.89 ഈക്വൽ ടു
എത്ര കിട്ടുക? 37.22. 37.2 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 9.3. 9.3 കിട്ടിയില്ലേ? അപ്പോൾ ബി സി സ്ക്വയർ ആണ് എന്ത്? 9.3. ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 9.3. ബി സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9.3. ഇതന്നെയല്ലേ നമ്മുടെ ഇവിടെ കാണേണ്ടത് നമുക്ക്, അല്ലേ? നിങ്ങൾ കണ്ടോ? ഇവിടെ കണ്ടോ? 9.3 സ്ക്വയർ റൂട്ട് ഓഫ് 9.3 കിട്ടിയില്ലേ നമുക്ക്? അപ്പോൾ തിയററ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ 1, 2, 3 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫണ്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ നല്ല രസമുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആ ഫണ്ട് നിങ്ങൾക്ക് വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് തോന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി കാണാം. ബൈ ബൈ. ഇനി നമുക്ക് എക്സസൈസ് 1.4 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? റേഷണലൈസ് ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനെ റേഷണലൈസ് ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിനോമിനേറ്ററിൽ എന്ത് പാടില്ല? റൂട്ട് നമ്പേഴ്സ് പാടില്ല. ഓക്കെ, റേഷണൽ നമ്പർ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളാണ് ഇത് സംഗതി, നോക്കിക്കോളൂ. ഇപ്പോൾ 1 ഇങ്ക് മാറി, കുഴപ്പമില്ലല്ലോ. 1/√7 ആണല്ലേ. ഇവിടെ നമ്മൾ ഈ താഴത്തെ നമ്പർ ഏതാണോ അതേ നമ്പർ കൊണ്ട് ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും മേലെയും. √7 കൊണ്ട് താഴെയും √7 കൊണ്ട് മേലെയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ 1 × √7 ഈക്വൽ ടു √7, താഴെ √7 × √7 ഈക്വൽ ടു √7 സ്ക്വയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ √7 × √7 കിട്ടും. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഈക്വൽ ടു √7/√49 ഈസ് ഈക്വൽ ടു √7/7. അപ്പോൾ നമ്മളെന്തായി? താഴെ നമുക്ക് എന്ത് കിട്ടി? റേഷണൽ നമ്പർ കിട്ടി, അല്ലേ? ഇറേഷണൽ നമ്പർ ഒഴിവായി കിട്ടി. ഇവിടെ ആക്ച്വലി നമ്മൾ ഈ സ്റ്റെപ്പിൽ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എഴുതാട്ടോ. ഇങ്ങനെ √7 × √7 കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണത് √7 × √7 7 ആണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കാം. 1/√7 മൈനസ് √6. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ എന്താ വേണ്ടതെന്ന് അറിയാം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ഉണ്ടെന്നറിയോ? ഇതേ നമ്പർ തന്നെ, പക്ഷേ സൈൻ ചേഞ്ച്. ഓക്കെ, മൈനസ് ഉള്ള പ്ലസ് √6 നമ്മൾ താഴെ ചെയ്യുന്ന സമയത്ത് മേലെയും കൂടി അതിനെ കൊണ്ട് തന്നെ ചെയ്യണം, എന്നാലേ അത് ഇക്വേറ്റ് ചെയ്യും. അല്ലെങ്കിൽ മാത്സിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ അറിയോ? ഇത് താഴെയും മേലെയും ഡിവൈഡ് ചെയ്താൽ 1 ആവും. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂവിൽ എന്തില്ല, ഒരു വ്യത്യാസമില്ല. ഓക്കെ, അതുകൊണ്ടാണ് താഴെയും മേലെയും മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നറിയോ? ഇവിടെ ഈസ് ഈക്വൽ ടു, ഇതിനെ കുറച്ച് താഴോട്ട് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? മുകളിൽ √7 + √6, അതായത് 1 × √7 + 6 മീൻസ് √7 + √6 എന്ന് കിട്ടി. ഈ താഴെ വരുന്നത് ഇതെന്ത് ഫോമിലാണ് ഉള്ളത് നിങ്ങൾ നോക്കിയേ? a - b × a + b, അല്ലേ? a - b × a + b ഈസ് ഈക്വൽ ടു എന്താണ്? a² - b², റൈറ്റ്? ആ ഫോമിലല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് നേരെ a² - b² ആക്കാം. ഇവിടെ a എന്താണ്? a എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ, a √7 സ്ക്വയർ മൈനസ് b എന്താണ് ഇവിടെ? b എന്താ നോക്കിയേ? b ഈക്വൽ ടു √6, അല്ലേ? √6 a² - b² എന്ന് പറഞ്ഞാൽ √6 സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? മുകളിൽ എന്ത് കിട്ടും? √7 + √6 ഡിവൈഡ് ബൈ √7 സ്ക്വയർ എത്രയാണ്? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും, ബാക്കി എന്തുള്ള 7 ഉണ്ടാവും, അല്ലേ? 7 മൈനസ് ഇവിടെ √6 സ്ക്വയറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 6 ഈസ് ഈക്വൽ ടു √7 + √6 ഡിവൈഡ് ബൈ 7 - 6 മീൻസ് 1. ഓക്കെ, റേഷണലൈസ് ചെയ്തില്ലേ?
ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? 1 ഡിവൈഡ് ബൈ 5 പ്ലസ് 1 ഡിവൈഡ് ബൈ √5 പ്ലസ് √2 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിം പ്രൊസീജിയർ. ഇവിടെ താഴെയുള്ള നമ്പറിൻ്റെ നേരെ അതേ നമ്പർ എഴുതാം, പക്ഷേ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, -√2. മുകളിലും അതേ നമ്പർ തന്നെ എഴുതാം, √5 മൈനസ് √2. ഇവിടെ എന്താണ്? ഇൻറ്റു ആണ് ഇവിടെ സൈൻ വരിക. ഓക്കെ, ഇൻറ്റു ഈസ് ഈക്വൽ ടു അതായത് ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/5 പ്ലസ് √2. ഇവിടെ ഉള്ളതിൻ്റെ അതേ നമ്പേഴ്സ് തന്നെ, പക്ഷേങ്കിൽ സൈന് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ നമ്പർ മേലെ എഴുതുക. കാരണം മേലെയും താഴെയും വന്നാലേ ഇവിടെ 1 കിട്ടും. 1 ആകുമ്പോഴേ ഇക്വേഷൻ ശരിയാവും മാത്സിൽ. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? എന്താണ് അടുത്ത സ്റ്റെപ്പ്? 1 ഇൻറ്റു √5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ? √5 മൈനസ് 2 അല്ലേ? ഇനി അടിയിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സമം എത്രയാണ്? a² മൈനസ് b² അല്ലേ? അപ്പോൾ ഇവിടെ എ എത്രയാണ്? √5² മൈനസ് ബി എത്രയാണ്? √2². ഓക്കെ, അപ്പോൾ മുകളിൽ എന്ത് കിട്ടി? ഇവിടെ റൂട്ട് ഉണ്ടേ, റൂട്ട് വിട്ടുപോയി. √5 മൈനസ് √2 ഡിവൈഡ് ബൈ √5² എത്രയാ? √5² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? 5 √2² എന്ന് വെച്ചാൽ 2 ഈക്വൽ ടു √5 മൈനസ് √2 ഡിവൈഡ് ബൈ 5 മൈനസ് 2 എത്രയാണ്? 3 അല്ലേ? കിട്ടിയില്ലേ? റേഷണലൈസ് ചെയ്തില്ലേ? താഴത്തെ നമ്പറിനെ നമ്മൾ റേഷണൽ നമ്പറാക്കി മാറ്റി. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1/√7 മൈനസ് 2. 1/√7 മൈനസ് 2 ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ പോകാൻ പാടില്ല? 1/√7 മൈനസ് √2 എന്നൊന്നും എഴുതി പോരുത് ആൻസർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത് പ്രത്യേകം കെയർ ചെയ്യണം. ചില ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ ടെസ്റ്റ്. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/√7 മൈനസ് 2. ഇവിടെ എന്ത് എഴുതാം? ഇൻറ്റു എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? √7 പ്ലസ് 2. യെസ്, പ്ലസ് 2. മുകളിൽ എന്ത് ചെയ്യണം? √7 പ്ലസ് 2. അപ്പോൾ ഇതെന്ത് ഫോമിലായി? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു a² മൈനസ് b² അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഈ സാധനം 1 ഇൻറ്റു √7 പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √7 പ്ലസ് 2 ഡിവൈഡ് ബൈ a² മൈനസ് b² എന്ന് പറഞ്ഞാൽ എ എത്ര ഇവിടെ? √7². 7² എന്നൊന്നും എഴുതിയേക്കരുതേ. മൈനസ് b² എത്ര? ബി √2 അല്ലേ? 2 ആണ് കേട്ടോ, മറന്നു വരുത്. 2² ഓക്കെ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? √7 പ്ലസ് 2 ഡിവൈഡ് ബൈ √7² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 മൈനസ് 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. മനസ്സിലായില്ലേ? ഇവിടെ 7² ചിന്തിച്ച് വരുത്. ഇവിടെ എന്താണ്? √7² ആണ്. √7² 7 ആണ്. അപ്പോൾ √7 പ്ലസ് 2 ഡിവൈഡ് ബൈ 7 മൈനസ് 4 എത്രയാണ്? 3. റേഷണലൈസ് ചെയ്തില്ലേ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കണ്ടുപിടിക്കാൻ? വളരെ സിമ്പിൾ അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് 1.5 വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.